മോഹൻലാൽ ചിത്രം ഇത്രയൊക്കെ വലിയ കളക്ഷൻ നേടുന്നത് പലർക്കും സംശയമുണ്ടാക്കുന്നുണ്ട്. അവരെല്ലാവരും അത് തന്നെയാണ് ചോദിക്കുന്നത്. മാധ്യമ പ്രവർത്തകർ പോലും അവരോട് ഈ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടെത്തുമ്പോൾ എല്ലാവരോടും കൃത്യമായ രീതിയിൽ തന്നെ മറുപടിയും പറയുന്നുണ്ട്. ഇന്ത്യൻ സിനിമയിൽ തന്നെ സമീപകാലത്ത് വലിയ പ്രീ റിലീസ് പ്രതീക്ഷകളുമായി എത്തുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് എമ്പുരാൻ. ലൂസിഫറിന്റെ രണ്ടാം ഭാഗം മലയാളത്തിന്റെ ഏറ്റവും വലിയ ക്യാൻവാസിൽ എത്തുന്ന ചിത്രം, നായകൻ മോഹൻലാൽ എന്നീ നിലകളിൽ മലയാളികൾക്കിടയിൽ നേരത്തെ ഹൈപ്പ് സൃഷ്ടിച്ചിരുന്ന ചിത്രം പ്രീ റിലീസ് പ്രമോഷൻ പരിപാടികളോടെ രാജ്യമൊട്ടാകെ ചർച്ചയായിട്ടുണ്ട്. അഡ്വാൻസ് ബുക്കിംഗിൽ മലയാളത്തിലെ റെക്കോർഡാണ് എമ്പുരാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. റിലീസിന് മുമ്പ് തന്നെ ചിത്രം 60 കോടി പിന്നിട്ടിരുന്നു. 60 കോടിയൊന്നുമല്ല ഇപ്പോൾ എമ്പുരാൻ നേടിയിരിക്കുന്നത് എന്നതും അത്ഭുതമാണ്. എമ്പുരാൻ നേടാൻ പോകുന്നത് 80 കോടിക്ക് മുകളിലാണ് പ്രീസെയിലൂടെ മാത്രം. ആ ഒരു സംഖ്യയിലേക്ക് എമ്പുരാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറുഭാഷാ സിനിമാ പ്രേമികൾ ചിലർ ഈ കണക്കുകളിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ സമീപ ദിവസങ്ങളിൽ എത്തിയിരുന്നു. ഇപ്പോഴിതാ ആ സംശയത്തിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് പൃഥ്വിരാജ് സുകുമാരനും. ഇന്നലെ ഡൽഹിയിൽ നടത്തിയ പ്രമോഷണൽ വാർത്താ സമ്മേളനത്തിൽ ഒരു മാധ്യമപ്രവർത്തക ഇക്കാര്യം ചോദിക്കുകയായിരുന്നു. ഈദ് റിലീസായി എത്തുന്ന സൽമാൻ ഖാന്റെ ബോളിവുഡ് ചിത്രത്തിന്റെ കണക്കുകളുമായി തട്ടിച്ചുകൊണ്ടായിരുന്നു എമ്പുരാൻ അഡ്വാൻസ് കളക്ഷനെ കുറിച്ചുള്ള ചോദ്യം. അതിനുള്ള പൃഥ്വിരാജിന്റെ മറുപടി ഇങ്ങനെ: അഡ്വാൻസ് ബുക്കിംഗ് ഡേറ്റ വെറുതെ ഉണ്ടാക്കിയെടുക്കുന്നതല്ല, അതെല്ലാം ഓൺലൈനിൽ ലഭ്യമാണ്. നിലവിൽ മലയാള സിനിമയെ സംബന്ധിച്ചെങ്കിലും ഇത്തരത്തിൽ ഒരു സംഖ്യയുമായി വെറുതെ കടന്നു വരാൻ പറ്റില്ല. പൃഥ്വിരാജ് പറഞ്ഞതിങ്ങനെ. കാരണം ഓരോ തിയേറ്ററുകളിലെയും DVR ഡെയിലി കളക്ഷൻ റിപ്പോർട്ട് ഇന്ന് ഓൺലൈനായി ലഭ്യമാണ്. ആർക്ക് വേണമെങ്കിലും അത് പരിശോധിക്കാവുന്നതാണ്. ഇതൊക്കെ ഏതൊക്കെ സ്ഥലത്ത് എത്രയൊക്കെ ടിക്കറ്റിൽ വിറ്റു എന്നത്, പിന്നെ ഈ സംഖ്യകൾ ആദ്യം റിപ്പോർട്ട് ചെയ്തത് ചിത്രത്തിന്റെ നിർമ്മാതാക്കളല്ല, മറിച്ച് മറ്റുള്ളവരാണ്. ഈ സിനിമയ്ക്ക് ഇത്രത്തോളം കാത്തിരിപ്പ് സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നാണ് ഞങ്ങളെ വിനയാന്വിതനാക്കുന്നു. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സംഖ്യ സാധാരണ മലയാളത്തിലെ വലിയ മലയാളം ഹിറ്റുകളുടെ ലൈഫ് ടൈം ഗ്രോസ് ആണ്. അതാണ് അഡ്വാൻസ് റിസർവേഷനിലൂടെ ഞങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിച്ചത്. 27-ാം തീയതി പ്രേക്ഷകരുടെ ആ പ്രതീക്ഷകളെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നും പൃഥ്വിരാജ് പറയുകയുണ്ടായി. ഈ വാക്കുകളൊക്കെ പറയുമ്പോഴും പൃഥ്വിരാജിന്റെയും മോഹൻലാലിന്റെയും എമ്പുരാൻ കേരള ബോക്സ് ഓഫീസിലൂടെ ലിയോ സൃഷ്ടിച്ച ആ കൂറ്റൻ ഫസ്റ്റ് ഡേ കളക്ഷൻ തകർത്തിരിക്കുകയാണ്. എമ്പുരാൻ ഇതോടുകൂടി ലിയോ റെക്കോർഡിട്ട 12 കോടി എന്ന കളക്ഷൻ മറികടന്ന് 12.10 കോടിയാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത്. കേരളത്തിലെ ടോപ്പ് 1 ഓപ്പണറായി എമ്പുരാൻ മാറിക്കഴിഞ്ഞു. ആദ്യ ദിനത്തിൽ 12.10 കോടി അഡ്വാൻസ് സെയിലൂടെ മാത്രം ലഭിച്ചിരിക്കുന്നു. ഇനിയുമുണ്ട് ബുക്കിംഗ് നടക്കാനായി. പലരും ടിക്കറ്റിനായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യ ദിനത്തിൽ ഇതിൽ കൂടുതൽ കളക്ഷൻ വന്നേക്കും. എന്തായാലും അഡ്വാൻസ് സെയിലൂടെ ഇപ്പോൾ ലിയോയെയും കേരള ബോക്സ് ഓഫീസിൽ മറികടന്നിരിക്കുകയാണ് എമ്പുരാൻ. ഇങ്ങനെയൊക്കെ റെക്കോർഡുകൾ ബോക്സ് ഓഫീസിൽ തീർക്കുമ്പോഴും എമ്പുരാന്റെ പ്രൊമോഷന് വേണ്ടി കുറെ ദിവസമായി ഇറങ്ങിത്തിരിഞ്ഞ മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും അവരോടൊപ്പം ജോയിൻ ചെയ്ത ടൊവിനോ തോമസിനെയും മഞ്ജു വാര്യനെയും നമുക്ക് കാണാം. ഇന്നേ ദിവസം ബാംഗ്ലൂരിൽ വമ്പൻ പരിപാടികളാണ് നടന്നത്. അവിടുന്ന് പെട്ടെന്ന് കൊച്ചിയിലേക്ക് എത്താൻ വേണ്ടി പ്രത്യേക വിമാനം ഇവർക്ക് വേണ്ടി ഒരുക്കുകയും അവിടെ നിന്ന് പറന്ന് കൊച്ചിയിലേക്ക് എത്തുകയുമാണ്. കൊച്ചിയിൽ വമ്പൻ പരിപാടിയാണ്, കലാശക്കൊട്ട് പരിപാടിയാണ് നടത്താൻ പോകുന്നതും. അതിനുവേണ്ടി അവർ വിമാനത്തിൽ കയറിയപ്പോൾ നടന്ന സംഭവങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ മോഹൻലാലിന്റെയും ഇവരുടെയൊക്കെ ചിത്രം പൃഥ്വിരാജ് പങ്കുവെക്കുകയുണ്ടായി. ഇതിന് പിന്നിലും പൃഥ്വിരാജ് തന്നെയാണ്. ഡയറക്ടർ സാർ ക്യാമറയിലൂടെ പകർത്തുന്ന മോഹൻലാലിന്റെ ചിത്രത്തിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായി മാറിയിരിക്കുന്നു. കൂടാതെ അവർ പങ്കുവച്ച ചിത്രങ്ങളും